പ്രിയമുള്ളവരെ, ഇന്ന് കൈത്താക്കാലത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായ 7ാമത്തെ ഞായറാഴ്ചയാണ്. ഈ കൈത്താക്കാലത്തെ 7ാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ മുന്നിൽ നാഥൻ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥമായ നിക്ഷേപം എന്താണെന്നും അത് എങ്ങനെ സമ്പാദിക്കണമെന്നും അത് എവിടെ സൂക്ഷിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന് വ്യക്തമാക്കി തരികയാണ്. മൂന്നാമതായി, 2 യജമാനന്മാരെ ഒരാൾക്ക് സേവിക്കുക സാധ്യമല്ല എന്നും വ്യക്തമാക്കുന്നു. തിരുവചനം തുടങ്ങുക ഇപ്രകാരമാണ്. 19ാമത്തെ വചനം: ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല എന്ന്, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു. ഇന്നത്തെ ലോകത്ത് നാം ഈ ലൗകിക സമ്പാദ്യങ്ങൾക്ക് പിന്നാലെ പഴക്കം പായുന്ന വ്യക്തികളെയാണ് ഏറെ കണ്ടുമുട്ടാൻ സാധിക്കുക. ദൈവികമായ സമ്പാദ്യം നേടുന്നതിനേക്കാളും അധികമായി ലോകസമ്പത്തുകൾ നേടാൻ വേണ്ടി മനുഷ്യൻ പരക്കം പായുകയാണ്. തങ്ങളുടെ പണം എവിടെ ഏതു ബാങ്കിൽ നിക്ഷേപിച്ചാൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കും, തങ്ങളുടെ പണം പലിശയ്ക്ക് കൊടുക്കുന്നതാണോ കൂടുതൽ നല്ലത്, അതോ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതാണോ കൂടുതൽ ആദായകരം, അതല്ല സ്വർണം വാങ്ങി കൂട്ടിവെച്ചാൽ ഭാവിയിൽ വലിയ വില കിട്ടും, അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് ചിന്തിക്കുന്നവരും, ഭൂമി വാങ്ങിച്ച് വച്ചാൽ ഏറെ കാലം കഴിയുമ്പോൾ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. പണം സമ്പാദിക്കുവാനായി ശിവൻകുട്ടി എന്ന 67 വയസ്സായ തൻ്റെ അച്ചാച്ചനെ കൊല ചെയ്യുവാനായി കൊട്ടേഷൻ കൊടുക്കുന്ന ബന്ധുവായ 13 വയസ്സുകാരി ഹരിപ്പാടുള്ള കരുവാറ്റയിൽ ഈ ആഗസ്റ്റ് മാസം 17-ാം തീയതി അരങ്ങേറിയ ദാരുണമായ സംഭവം കേരളക്കരയെ ആകെ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്വന്തം അച്ചാച്ചനെ കൊല്ലിക്കുവാനും അങ്ങനെ സ്വർണവും പണവും നേടിക്കൊണ്ട് തനിക്ക് ഒരു മൊബൈലും തൻ്റെ കാമുകന് ബൈക്കും വാങ്ങിച്ചു കൊടുക്കുവാൻ പണം സമ്പാദിക്കാൻ മാർഗം കണ്ടെത്തുന്ന ഇന്നത്തെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ഇപ്രകാരം ധനം സമ്പാദിക്കുവാനുള്ള ചിന്തയൊക്കെ ഏറെ അസ്വസ്ഥത മനുഷ്യന് നൽകുന്നതാണ്. അങ്ങനെയും പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന കർഷമലന്മാരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. എന്നാൽ യേശുനാഥൻ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്, അവ തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നാം സമ്പാദ്യം നേടേണ്ടത്? അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? സമ്പാദ്യം നേടാനുള്ള മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ: നല്ല പ്രവൃത്തികൾ ചെയ്യുക, ഉപവിപ്രവൃത്തികൾ ചെയ്യുക, മനുഷ്യന് നന്മ ചെയ്യുക. അങ്ങനെ ദൈവരാജ്യത്തിൽ സമ്പാദ്യം നേടുവാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്, അതാണ് ചെയ്യേണ്ടതും. യുവാവായ ഒരു വ്യക്തി യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശുനാഥൻ അവനോട് ഇപ്രകാരം ഉത്തരമായി പറയുകയാണ്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം: പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക എന്ന്. എന്നാൽ ആ യുവാവ് വളരെ സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്ന്. സമ്പന്നന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണെന്നും അതിനേക്കാൾ എളുപ്പം ഒട്ടകത്തിന് സൂചിക്കുഴിലൂടെ കടന്നു പോകുന്നതും ആണെന്ന് ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് നാം കാണുക, ഭോഷനായ ധനികൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, തനിക്ക് കുറേയേറെ വിളവുകൾ ലഭിച്ചിട്ടുണ്ട്, അതിനും ശേഖരിച്ചു വയ്ക്കുവാൻ സ്ഥലമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് അയാൾ ചിന്തിക്കുകയാണ്, കണക്കൂട്ടുകയാണ്. തൻ്റെ കളപ്പുര വലുതാക്കി പണിയും. എന്നിട്ട് ആ സമ്പാദ്യങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, തിന്നുകുടിച്ച് ആനന്ദിക്കുക, വിശ്രമിക്കുക, അനേക വർഷത്തേക്ക് വേണ്ട സമ്പാദ്യങ്ങൾ നേടിക്കഴിഞ്ഞുവെന്ന്. അപ്പോഴാണ് ദൈവം അവിടെ ഇടപെടുക.
പക്ഷേ ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നെടുക്കുന്നു. പക്ഷം നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നവ ആരുടേതായി പോകുമെന്ന്. അതെ, ആരുടേതാകും? ഈ സമ്പാദ്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സമ്പാദ്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. പക്ഷേ ദൈവരാജ്യത്ത് നാം നന്മപ്രവൃത്തികൾ വഴി മറ്റുള്ളവർക്കുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ മേശയിലുള്ള, എൻ്റെ ബാങ്കിലുള്ള, എൻ്റെ അലമാരിയുള്ള കൂടുതൽ പണങ്ങളെല്ലാം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നാം ജീവിക്കേണ്ടത്. വിധവയായ സ്ത്രീയുടെ ചെമ്പുകാശിനെ പറ്റി നമുക്കറിയാം. ഒത്തിരിയേറെ ആളുകൾ വന്ന് ഭണ്ഡാരത്തിൽ വലിയ വലിയ തുകകൾ വമ്പന്മാർ ഇടുകയാണ്. ആ വിധവയായ സ്ത്രീ 2 ചെമ്പുതൊട്ടുകൾ ഭണ്ഡാരത്തിൽ ഇട്ടു. അപ്പോൾ നാഥൻ അവളെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഈ വിധവയായ സ്ത്രീ മറ്റാരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന്. കാരണം അവൾ തൻ്റെ ഉപജീവനത്തിലുള്ള ഭാഗം മുഴുവനും, അന്നത്തെ ഉപജീവനത്തിലുള്ള ഭാഗം മുഴുവനും, അതാണ് ആ 2 ചെമ്പുതൊട്ടുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. അവൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന്. മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവർ കൊടുക്കുവാൻ, തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന് നാഥൻ ഓർമ്മപ്പെടുത്തുക. നമുക്ക് നമ്മുടെ നിക്ഷേപങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, നമ്മുടെ സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, അങ്ങനെ ദൈവരാജ്യത്ത് സമ്പാദ്യം നേടുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായി നാം കാണുക, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് എന്ന്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ഇരുട്ടാണെങ്കിലോ അത് ശരീരം മുഴുവനും ഇരുട്ടാക്കുമെന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാണ്. വിളക്ക് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതാണ്. നമുക്ക് നല്ലത് കാണണം. അതിനുവേണ്ടി ദൈവം തന്നിരിക്കുന്ന കണ്ണുകളാണ്. അത് ചീത്ത കാണുവാനും ചീത്തയായി ചിന്തിപ്പിക്കുവാനും നമ്മുടെ കണ്ണുകളെ കൊണ്ട് പ്രേരിപ്പിക്കരുത്. യേശുനാഥൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടാകുമെന്ന്. നാം ഓരോരുത്തരും പ്രകാശമാകേണ്ടവരാണ്. നമ്മുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടണം. മറ്റുള്ളവരെ കുറവുകൾ കാണാൻ, ബലഹീനത കാണാൻ, പോരായ്മകൾ കാണാൻ, ആ പോരായ്മകൾ കണ്ടുകൊണ്ട് അതിനെ തിരുത്തുവാനുള്ള ആത്മീയ നേത്രങ്ങൾ നമുക്ക് തുറക്കപ്പെടുവാനും അങ്ങനെ നല്ല മാതൃക നൽകി ജീവിക്കുന്ന വ്യക്തികളാകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ വളർത്താൻ സാധിക്കും. ദൈവത്തിനുമ്പിൽ സ്വീകാര്യരാകാൻ ശ്രമിക്കും. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ വേണ്ടി കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ, ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. മൂന്നാമതായി, 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല എന്ന്. മാമോനെയും ദൈവത്തെയും. മനുഷ്യൻ ലോകസുഖ സന്തോഷങ്ങൾക്ക് പിന്നാലെ പരക്കം പായുമ്പോൾ മാമോനെ സേവിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ദൈവത്തെയാണ് സേവിക്കേണ്ടത്. 2 വള്ളത്തിൽ കാലുവച്ചാൽ നമുക്കറിയാം വെള്ളത്തിൽ വീഴും. വള്ളത്തിൽ നിന്നും വെള്ളത്തിൽ വീഴാതിരിക്കാൻ ഒരു വള്ളത്തിൽ കാലുവച്ച് നീങ്ങുക. ദൈവമാകുന്ന യഥാർത്ഥ ശക്തി സ്രോതസ്സിൽ നമുക്ക് അഭയം ഗമിക്കാം. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് രക്ഷിച്ച് കാത്തു പരിപാലിക്കുന്നവനാണ് നല്ലവനായ ദൈവം. ആ സൃഷ്ടാവായ ദൈവത്തിലാണ് നമ്മുടെ വിശ്വാസം മുഴുവനും സമർപ്പിക്കുന്നത്. ആ ദൈവത്തെ സേവിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം അത് ദൈവ നന്മയ്ക്കായി നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അത് നമ്മളെ ഭരിക്കാതിരിക്കുവാൻ ശ്രമിക്കാം. ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, അങ്ങനെ ദൈവത്തിനു മുമ്പിൽ സമ്പാദ്യം കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. നല്ലവനായ ദൈവം ഈ കൈത്താക്കാലം 7ാമത്തെ ഞായറാഴ്ച പ്രത്യേകമായിട്ട് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിനു മുമ്പിൽ സമ്പന്നരാകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് എവർക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ്റെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് കർത്താവേ, അങ്ങനെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങൾ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.